നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ മേപ്പാടിയിലാണ്. ദുരന്തമുഖത്തിന് അല്പം അകലെയാണ് നമ്മളുടെ ഈ ക്യാമ്പ്, ടീം വെൽഫെയറിൻ്റെ ഈ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദുരന്തമുഖത്ത് എവിടെ ചെന്നാലും ഏത് ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ടീഷർട്ടാണ്, ഒരു ബാനറാണ് ടീം വെൽഫെയർ എന്ന് പറയുന്നത്. ഏത് രംഗത്താണെങ്കിലും അത് സേവനമാകട്ടെ, രക്ഷാപ്രവർത്തനമാകട്ടെ, മറ്റു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ടീം വെൽഫെയർ എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ വളണ്ടിയർ എന്നുള്ള നിലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ ദുരന്തമുഖത്ത്? ഞങ്ങൾ ഇത് 2018 പ്രളയം മുതലാണ് ഞങ്ങൾ സജീവമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നത്. 2018 പ്രളയം. ആ പ്രളയത്തിൽ ഞങ്ങളൊക്കെ 1 മാസം 2 മാസമൊക്കെ വർക്ക് ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് അതിന് കൃത്യമായിട്ട് ഒരു NGO എന്ന രൂപത്തിലേക്ക് 2019 പിന്നെ കണ്ടിന്യൂസ് പ്രളയങ്ങളാണല്ലോ അതെ പ്രളയം ഉണ്ടായി. അപ്പൊ വീണ്ടും നമ്മൾ NGO എന്ന രൂപത്തിൽ അതിനെ കൺവേർട്ട് ചെയ്യുകയും അതിനെ NGO ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഇത് NGO എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ ഇപ്പോ വയനാട് ഇപ്പം ദുരന്തം ഉണ്ടായല്ലോ നമ്മുടെ, എന്തൊക്കെ മേഖലയിലാണ് നിങ്ങളുടെ പ്രവർത്തനം? അതിൽ ശ്രദ്ധേയമായ അനുഭവം അതൊക്കെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ വന്ന ആദ്യത്തെ ദിവസം തന്നെ പൊട്ടി ഉടനെ തന്നെ ഇവിടെ നമ്മളുടെ ആളുകൾ ഇവിടെ എത്തി. ആ ഒരു സ്പോട്ട് എനിക്ക് 6 മണിക്കൊക്കെ 7 മണിക്കുള്ളിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി വിവരം കൊടുക്കാനും വളണ്ടിയേഴ്സിനെ ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട്. നമുക്ക് സ്റ്റേറ്റ് തലത്തിൽ ഒരു സംവിധാനമുണ്ട്. അതിന് ജില്ലാ ലീഡർമാരുണ്ട്. അതിന്റെ കീഴിൽ കൃത്യമായ പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്, പരിശീലനം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ സൈറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് അതിന്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി, പാർട്ടികളുടെ സംസ്ഥാന കമ്മിറ്റിയും ടീം വെൽഫെയറിന്റെ കമ്മിറ്റിയും ഉണ്ട്. ഇവിടെ ഈ മേഖലയിൽ, ദുരന്ത മേഖലയിൽ എത്ര അംഗ വളണ്ടിയർ കേഡറാണ് ഇവിടെ? ഇപ്പോ ഞങ്ങള് ഇന്നലെ രാത്രിയിലെ ഞങ്ങളെ കണക്ക് പ്രകാരം 1700ഓളം വളണ്ടിയേഴ്സ് വന്ന് പോയി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ മേഖലയിൽ പോകുമ്പോഴും അവിടെയൊക്കെ ഈ ബ്ലൂ കളർ ടീം വെൽഫെയറിന്റെ ടീഷർട്ട് കാണാം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവം എന്നുള്ള നിലയ്ക്ക് പറയാൻ കഴിയുന്നത്, ഞങ്ങള് ഇതിലെന്ത് സംഭവിച്ചാൽ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മള് വളണ്ടിയേഴ്സും സ്ത്രീകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ഇരകളാക്കപ്പെട്ട ആളുകൾ, അതിന്റെ വിക്ടിംസ് ആയ ആളുകളുമായിട്ട് നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകൾ നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ പരിഗണിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഞങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഇപ്പോൾ വാടക വീട്ടിലൊക്കെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട്, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ ആ ഒരു പ്രമാണം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ പല സംഘടനകളും അത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇവിടെ ഈ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പലരും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ജാതിയാണോ, മതമാണോ, ഏത് വർണ്ണമാണോ, വിഭാഗമാണോ എന്നൊന്നും നോക്കാതെ ആളുകൾ ഒരുമിച്ച് ഒരു വല്ലാത്ത ഐക്യത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശമായിരുന്നു. അതിന്റെ ഒരു സൗന്ദര്യവും അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സുഖവും ഒക്കെ ആണ് നഷ്ടപ്പെട്ടു പോയതെന്ന് പലരും പറയാറുണ്ട്. അത് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ പ്രദേശത്ത്? അതെ, ഞങ്ങൾ അവിടെ ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയിലും ഞങ്ങൾ സേവനത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരവധി മനുഷ്യന്മാരെ കാണുന്നുണ്ട്. അവിടെ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊന്നും ഇല്ല. അവിടെ എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് മിനിമം 2-3 ആൾക്ക് നഷ്ടപ്പെട്ട ആളുകളാണ്. പലപ്പോഴും ഞാൻ പല യുവാക്കളെ, അതുപോലെ തന്നെ ചെറുപ്പക്കാരെ, എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒറ്റപ്പെട്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുന്നു, ഏതെങ്കിലും പാറയിൽ ഇരിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. തകർന്ന് പോയിട്ട് ഈ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ക്യാമ്പിലൊക്കെ ഉണ്ടാവും, അവര് അവിടെയൊക്കെ സംസാരിക്കുന്ന കൂട്ടുമൊക്കെ ഉണ്ടാവും. പക്ഷെ പുരുഷന്മാര് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ക്യാമ്പുകളിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ്? നമ്മള് ക്യാമ്പുകളിലെ എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ അവിടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നിടത്ത് മോർച്ചറിയിൽ ഏറ്റവും മികച്ച സേവനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്ത്രീകളാണ് അവിടെ ഇത് ക്ലീൻ ചെയ്ത് ഈ എല്ലാ ബോഡികളും എത്ര പരിപാലനം ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നെ ലാസ്റ്റ് വരുന്ന എല്ലാ ദിവസങ്ങളിലും പൂർണ്ണമായ ശരീരം പോലും അല്ല ലാസ്റ്റ് വരുന്ന എല്ലാ ശരീരഭാഗങ്ങളും ഞങ്ങൾ തന്നെ അടക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി PPE കിറ്റിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അതിൽ നമ്മളെ യൂണിഫോം കാണില്ല. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ ആളുകൾ ഞങ്ങളുടെ വളണ്ടിയേഴ്സാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത്. ഇപ്പൊ ഇന്നും ഇപ്പൊ 4 ബോഡി 5 ബോഡി വന്നിട്ടുണ്ട്. പല ആളുകൾ ഈ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ടീഷർട്ട് ഇട്ട് വരുന്നതിനെയൊക്കെ ആക്ഷേപിക്കുന്നത് അത് നമ്മൾ കണക്കാക്കണ്ട. പക്ഷെ അങ്ങനെയും ചില ശബ്ദങ്ങൾ
മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന ഇവിടെ എന്താണ് നടക്കുന്ന പ്രവർത്തനം എന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ ഈ നാടിന്റെ തേങ്ങൽ എത്രമാത്രം ആഴത്തിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ ചില കാര്യങ്ങളൊക്കെ ഈ യൂണിഫോമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യൂണിഫോം ഇട്ട് വരുന്നത് എന്ന് പറയുന്നത് ആ സംഘടനയുടെ അഭിമാനമാണ്, അതിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഏറ്റെടുക്കുന്ന പ്രവൃത്തിയുടെ അതിനോട് നീതി പുലർത്താനും കൂടിയാണ്, ഒരു തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കാനുള്ള ഒരു അടയാളം കൂടിയാണ് ഈ യൂണിഫോം എന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ. പക്ഷെ ഞങ്ങൾ യൂണിഫോം ഇടുന്നതെന്ന് ഞങ്ങൾ പരിശീലനം കിട്ടിയ ആളുകളാണ്. അതായത് ഞങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ നാട്ടുകാര് ഇതിന്റെ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളെ യൂണിഫോം കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളോട് സേവനം ആവശ്യപ്പെടുകയും ചെയ്യാണ്. യൂണിഫോം എടുത്ത ആളുകൾ അവർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ സേവന നിരതരായിട്ടുള്ള 8-10 ദിവസമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് യഥാർത്ഥത്തിൽ. ഇവിടെ വന്നിട്ട് ഇപ്പൊ 8 ദിവസം വന്നതിൽ എത്ര പേര് ഏതൊക്കെ ജില്ലകളിലാണ്? മലപ്പുറം, കോഴിക്കോട്, വയനാട്, തൃശ്ശൂര്. ഇതിന്റെ അനുഭവിക്കാത്ത ആളുകൾ വയനാട്ടിൽ നിരവധി ആളുകളുണ്ട്, അവരിവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ കണ്ണൂരുണ്ട്, എറണാകുളമുണ്ട്. മേപ്പാടിക്കാരിയാണ് ഇവിടെ തന്നെ ഞങ്ങളുടെ നേതാവ് കൂടിയാണ് കേട്ടോ, ജില്ലാ പ്രസിഡന്റ് കൂടെ ഞങ്ങളുടെ വിങ്ങിന്റെ. എന്താ പേര്? ജമീല. അപ്പൊ ഇതുപോലെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വന്നുകൊണ്ട് സേവനത്തിൽ വ്യാപൃതരായിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം അങ്ങനെയാണ്. ഇതില് അവസാനത്തെ മനുഷ്യന് വരെയും സഹായം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. ഇവിടെ വരിക, ഓടിക്കൂടുക, എന്തോ ഒരു കാഴ്ച കാണാൻ വരിക എന്നുള്ള രീതി. അതിലപ്പുറത്തേക്ക് ഈ ദുരന്തത്തിന്റെ ഈ തിരക്കുകൾ കഴിയുമ്പോൾ ആളുകൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം അവർ അവരുടെ ജീവിതവുമായി നേരിട്ട് മുഖാമുഖം കാണുന്ന അവരുടെ ദുരന്തത്തിന്റെ ആഴം അപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുക. ആ നിലയിലേക്ക് കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള വല്ല പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്? അത് ഇതിപ്പോ നമ്മൾ പല സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പീപ്പിൾസ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് താഴെ കണ്ടിട്ടുണ്ടാവും. അവരുടെ വിഭവങ്ങളെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ മറ്റു പല സംഘടനകളുടെയും വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായത്, അമ്പിളി ചേച്ചി എന്നൊരു ചേച്ചി, നമ്മളൊരു വളണ്ടിയർ വിങ് അവിടെ പോയിരുന്നു. അങ്ങനെ നമ്മൾ ക്യാമ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അവർ വല്ലാത്തൊരു മാനസികമായ വ്യതയിലാണ്. കാരണം വെച്ചാൽ അവർ ആരും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ എല്ലാ സമ്പാദ്യങ്ങളും ഒന്നുമില്ല, ഒരു ചെരുപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. അവർ 2-3 തവണയാണ് ഇവിടെ വന്ന് നമ്മളെ കാണുകയും സംസാരിക്കുകയും അവർക്ക് വേണ്ട മുഴുവൻ വിഭവങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്, അവർ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിരവധി ചേച്ചിമാരും ചേട്ടന്മാരും ഇത്തമാരും ഉമ്മമാരും എല്ലാവരും ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഞങ്ങൾക്കൊന്നും. ഞാൻ ബിസിനസ്സുകാരനാണ്, എനിക്ക് പോകാൻ പറ്റുന്നില്ല, പലപ്പോഴും പോകാൻ തോന്നുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും നാളെ കൂടി നിൽക്കണമെന്നുള്ള തോന്നലാണ്. കാരണം വെച്ചാൽ അത്രയും ആളുകളുടെ ആവശ്യക്കാരാണ്. എന്നെ പോലെ തന്നെയാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും. അതൊരു മാനസികാവസ്ഥയിൽ ഇതിനു വേണ്ടി മുഴുവൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടെയും അതുപോലെ തന്നെ അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ദുരന്തമുഖത്ത് സ്ത്രീകളുടെ ഒരു സാന്നിധ്യം എല്ലാ സേവന മേഖലകളിലും കാണാറില്ല. പല കാലങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ല ആ രീതിയിൽ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാ രംഗത്തും, കാരണം നമുക്ക് പറയാൻ കഴിയില്ല, സാധാരണ ഒരു മനസ്സ് ഉള്ള ഒരാൾക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള രംഗങ്ങളും അനുഭവങ്ങളുമാണ് ഉണ്ടാകുന്നത്. അവിടെ സ്ത്രീകളുടെ സേവനം എത്രമാത്രം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ഇവിടേക്ക് ചുരം കയറി വരുമ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഏത് സ്ഥലത്തും, എത്ര റിസ്ക് ഉള്ള സ്ഥലത്തും സ്ത്രീകളുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു സേവനം ഇവിടെ എത്തിച്ചേർന്നിട്ട് അതിൽ ഈ ടീം വെൽഫെയറിന്റെ പങ്കാളിത്തം എങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്? അതിന്റെ വനിതാ വിഭാഗം നേതാവ് കൂടിയാണല്ലോ, എങ്ങനെയാണ് നിങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ മേപ്പാടി സ്വദേശിയാണ്. ഞാൻ ഈ സംഭവം നടന്ന അന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ എത്തിയതാണ്. ദുരന്ത മുഖത്ത് നിന്നും കൊണ്ടുവരുന്ന ബോഡികൾ കൊണ്ടുവന്ന ആ സമയം മുതൽ ഇവിടെ ഉണ്ട്. മോർച്ചറിയിലേക്ക് മാറ്റിയ ആ ശരീരങ്ങളെ ഒരു ടീമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ കഫൻ ചെയ്യാൻ, അതായത് എല്ലാ മതവിഭാഗങ്ങളെ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ അവരെ കവർ ചെയ്യാനും കഫൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ സ്ത്രീകൾ ധാരാളം ആ മുഖത്തുണ്ടായിരുന്നു. മറ്റൊന്ന് പറയാനുള്ളത്, ചളി മൂടി മൂക്കിലും കണ്ണിലും അല്ലേ? അതെ അതെ, പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്ക് പറയാൻ പറ്റാത്തെന്ന് പറഞ്ഞാല് വിശദീകരിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ആ ബോഡികളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്തത്, നേരത്തെ അതിന് ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിൽ? ഡിസാസ്റ്റർ മേഖലയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഉള്ള ഒരു ഏകദേശം ഒരു ഞങ്ങൾക്കൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ ഞങ്ങളുടെ മനസ്സാന്നിധ്യവും സന്നദ്ധതയുമാണ് ഞങ്ങൾ അതിലേക്ക് നയിച്ചത്. എന്ത് സേവനവും ചെയ്യാനുള്ള ഒരു ആത്മസമർപ്പണം എന്ന് പറയില്ലേ, അതുപോലെയുള്ള. അല്ലാതെ ചെയ്യാൻ കഴിയില്ല, കാരണം ഒരു ട്രെയിനിങ് ആ മേഖല നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന അവർക്ക് ഞങ്ങൾ ബോഡികൾ തുറന്നു കാണിച്ച് ഐഡന്റിഫൈ ചെയ്യുകയും
തിരിച്ചറിഞ്ഞ ഞങ്ങൾ അവരെ കഫൻ ചെയ്യുകയും ഒക്കെ ചെയ്ത് അന്ന് ഒരു 7-8 ദിവസം വരെ ഞങ്ങൾ മോർച്ചറിയിലുണ്ടായിരുന്നു. ഫുൾ ബോഡികളെ അവിടുന്ന് റിലീസ് ചെയ്ത് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങള് തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേപ്പാടി ഖബർസ്ഥാനിൽ ചെന്ന സമയത്ത് ഒറ്റ ദിവസം തന്നെ 50-60 ബോഡി പിന്നെ സംസ്കരിക്കുന്ന രീതിയിലേക്കുള്ള പ്രവൃത്തികൾ അവിടെ ഏറ്റെടുക്കാൻ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ വേണ്ടി വന്നു എന്നൊക്കെ അവിടുന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീം വെൽഫെയറിന്റെ സേവനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സേവനം ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്? ഇനി അങ്ങോട്ട് ഇനിയും ദുരന്തം അവസാനിച്ചിട്ടില്ലല്ലോ, ഇപ്പം മഴ ഇല്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അതിന്റെ വേദന പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ? അതായത് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഇനിയുള്ളത് അങ്ങോട്ട് ഒറ്റപ്പെട്ട ഓരോ മനുഷ്യരുമാണ്. അപ്പം കുറെ എല്ലാം നഷ്ടപ്പെട്ട ഒന്നിച്ചു നിൽക്കുന്ന ഒരു വീട്ടിൽ തന്നെ 5 ഫാമിലികളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നവർ, അമ്മമാരെ നഷ്ടപ്പെട്ടവർ, കുട്ടികളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളാണ് അവിടെ ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങളിപ്പം ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മാനസികമായ സപ്പോർട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അവരോട് ധാരാളം അവരെ കേൾക്കാൻ ഞങ്ങൾ അവരെ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് സപ്പോർട്ടും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ടീം വെൽഫെയർ അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കൗൺസിലിംഗ് ടീമിനെ, കാരണം കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിലേക്ക് കുറെ കൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ ഒരു ടീം കൗൺസിലേഴ്സിനെ കൂടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഓൾറെഡി കൗൺസിലേഴ്സ് ഉണ്ട്. നമ്മൾ പോകുമ്പോൾ ആവശ്യമുള്ളവർക്ക് കൗൺസിലേഴ്സിനെ കൊണ്ടുപോയിട്ട് അവരെ കൗൺസിലിംഗ് ചെയ്യുന്ന രൂപത്തിൽ അതിനാവശ്യമുള്ളവർക്ക് മാത്രം, അല്ലാതെ ഉള്ള സംസാരങ്ങളിൽ നമ്മൾ തന്നെ സംസാരിച്ച് അവരെ സമാശ്വസിപ്പിക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് നല്ല പ്രായവരുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് മാനസിക നില തെറ്റിയവരുണ്ട്, ഉറക്കം വരാത്തവരുണ്ട്, അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അന്തം വിട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾക്ക് അവരെ നല്ല ഒരു ആശ്വാസം തന്നെയാണ്. എല്ലാ മേഖലയിലും പോയിട്ട് നമ്മൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഒരു ദുരന്തമുഖത്ത് എത്തുമ്പോൾ നമ്മൾ കാണുന്ന മനസ്സിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ആ അവസരത്തിനനുസരിച്ച് സംഘടനകൾ ഉയരുന്നത്, ഒരു നാട് ഉണരുന്നത്, അതിനെ ഏറ്റെടുക്കാൻ ഒരു വലിയ ദേശം തന്നെ ഒപ്പം നിൽക്കുന്നത്, ഇങ്ങനെ തുടങ്ങി നിരവധിയായ മനുഷ്യത്വത്തിന്റെ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശമായി ഇന്ന് വയനാട് മാറിയിരിക്കുകയാണ്. കേവലം പച്ചപ്പിന്റെയോ പ്രകൃതി മനോഹാരിതയുടെയോ മാത്രം കേന്ദ്രമല്ല ഇന്ന്. മനസ്സിന്റെ വലിയ തോതിലുള്ള സമ്മേളനത്തിന്റെ അതിലൂടെ ഉണ്ടാകുന്ന വലിയ സ്നേഹത്തിന്റെ ഒരു പ്രദേശം കൂടിയായി വയനാട് മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇവരുടെ സേവനം ഈ നാടിനും അടുത്ത തലമുറയ്ക്കും തന്നെ വലിയ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.